കുറച്ച് ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, പിന്നെ വിയറ്റ്നാം യുദ്ധം, ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം, ഇത്രയുമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇതിൽ ശരിയായിരിക്കുന്നത് ഒന്നും തന്നെ ശരിയല്ല എന്നുള്ളതാണ് ആൻസർ. ഡി ആണ് ആൻസർ വരുന്നത്. തന്നിരിക്കുന്നവയിൽ ഒന്നും ശരിയല്ല. ഫത്തേപൂർ സിക്രി കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ഷാജഹാൻ എന്നാണ് ഓപ്ഷൻ ഒന്നാമത്തെ കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്, ഷാജഹാൻ അല്ല, അക്ബറാണ്. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം എന്താണ് കൊടുത്തേക്കുന്നത്? ബുലന്ദ് ദർവാസ എന്നാണ് ശരിക്കുള്ള ആൻസർ എന്താണ്? ലാഹോരി ഗേറ്റ് ആണ്. ലാഹോരി ഗേറ്റ് ആണ് ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം. ഇനി ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ എന്നാണ് കൊടുത്തേക്കുന്നത്. ഔറംഗസീബാണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻസ് നോക്കാം. മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത്. അത് ശരിയായിട്ടുള്ള ആൻസറാണ്. പിന്നെ 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. അതും ശരിയാണ്. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിൻ്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. അതും ശരിയാണ്. തെറ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ 4 ആണ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിച്ചു എന്നുള്ളതാണ് തെറ്റാണിത്. ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്തൊക്കെയാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത്. അത് ശരിയാണ്. പിന്നെ 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമുള്ള ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. അതും ശരിയാണ്. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിൻ്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. അതും ശരിയാണ്. ലാസ്റ്റ് 4ാമത്തെ ഓപ്ഷനാണ് തെറ്റ്. അതുകൊണ്ട് ആൻസർ വരുന്നത് തെറ്റായിട്ടുള്ള 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ 4 ആണ്. അതായത് സി ആണ് ആൻസർ വരുന്നത്. ഇത് പ്രകാരം താഴെ പറയുന്നവരിൽ ആരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ഇതിൽ ഇവരെല്ലാവരും മുകളിൽ പറഞ്ഞവരെല്ലാവരും തന്നെ നേതാക്കളാണ്. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള, സി വി കുഞ്ഞിരാമൻ. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനാണ്, റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഇത് ശരിയായിട്ടുള്ള 1, 3 ആണ് ശരിയായിട്ടുള്ളത്. 1 നോക്കാം. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. അത് ശരിയാണ്. ലെനിൻ സർക്കാരിൻ്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ 1ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. ബി ആണ് ആൻസർ വരുന്നത്. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള സ്രോതസ്സുകളെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഇത് ക്യാൻസൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ഉള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇതിൽ ഓപ്ഷൻസ് നോക്കാം. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. ഏതു വിധേനയും സ്വയം ഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. ഇതിലെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 1, 2, 4 എന്നിവയാണ്. ഏതൊക്കെയാണ്? 1920 ഓഗസ്റ്റ് 1
ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടിയുടെ ഭാഗമായിരുന്നു. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? ഇതിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം മുകളിൽ പറയുന്നവയെല്ലാമാണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പ് നൽകുക അല്ലെങ്കിൽ നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഇത് തെറ്റ്. 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചതെന്നുള്ളതാണ്. ഇത് തെറ്റാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇതിനകത്ത് ഇനി ശരിയായിട്ടുള്ളത് എന്തൊക്കെയാണ്? 1903 ശ്രീനാരായണ ഗുരുവിൻ്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചു. 1914 മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. 1903 SNDP സ്ഥാപിച്ചത്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചു. 1914 മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? ഇതിൽ കറക്റ്റ് ഓപ്ഷൻ 1, 2, 3 ആണ്. സി ആണ് ആൻസർ വരുന്നത്. 1, 2, 3. അപ്പോൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഇതിൽ ആൻസർ വരുന്നത് എ ആണ്. അവ കൃത്യമായ ഉയരത്തിൽ വിശദാംശങ്ങൾ നൽകുന്നു. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല. വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നതാണ്. അവ കൃത്യമായ ഉയരത്തിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നു. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിയുന്നില്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിലും കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ബി ആണ് വരുന്നത്. ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം, അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനവും ക്രമീകൃത ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു. ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്? ബി ആണ് ആൻസർ. പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയം, പിന്നെ ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ച് കൂടിയുള്ള ഓറോഗ്രാഫിക് ഫലകങ്ങൾ, കാറ്റിൻ്റെ വഴിത്തിരിവ്, മഴനിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 14. ഭാരതീയ മൺസൂണിൻ്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? ഇതും ബി ആണ് വരുന്നത്. അന്തർ ട്രോപ്പിക്കൽ കോൺവെർജൻസ് സോൺ, അതായത് ITCZ എന്നതിൻ്റെ സ്ഥാനമാറ്റം, ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രതിഘാതങ്ങൾ, ഓറോഗ്രാഫിക് എഫക്റ്റ്, ENSO സംഭവങ്ങൾ, എൽനിനോ ലാനിനോ, അതാണ് ENSO എന്ന് പറയുന്നത്.
എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ്? അന്തർ ട്രോപ്പിക്കൽ കോൺവെർജൻസ് സോൺ, ITCS എന്നതിൻ്റെ സ്ഥാനമാറ്റം, ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രതിഘാതങ്ങൾ, പിന്നെ ENSO സംഭവങ്ങൾ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുത്തുന്നത് എന്നാണ് ആൻസർ. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യനാണ്. പാലക്കാടൻ ചുരത്തിൻ്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യപ്രവർത്തനങ്ങളിലും ഉള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? സി ആണ് ആൻസർ. ഇത് കാലാവസ്ഥാ ഗേറ്റ്വേയായി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ദേശീയ വരുമാനം ഏതാണ്? ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം, NNP അറ്റ് ഫാക്ടറി കോസ്റ്റ്, അതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്. NNP അറ്റ് ഫാക്ടറി കോസ്റ്റ് ആണ് ദേശീയ വരുമാനം. ഇനി ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ ലക്ഷ്യമിടുന്നത്? ഏതാണ്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഡി ആണ് ആൻസർ. നീതി ആയോഗിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതിന് ആൻസർ 1, 3. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. ബി ആണ് ആൻസർ. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? 1 മാത്രമാണ്. നികുതി വരുമാനം വ്യക്തികളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നുമാണ് ഈടാക്കുന്നത്. എന്നാൽ നികുതിയേതര വരുമാനം ബിസിനസ്സുകളിൽ നിന്ന് മാത്രമാണ് ഈടാക്കുന്നത്. വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏതാണ്? റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനക്കമ്മിയെ പ്രതിനിധീകരിക്കുന്ന കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവാണ്. എ ആൻസർ. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ, NEGP. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. 1, 2. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. 2, 3. 2, 3. അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ. 23. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്? ഓൾ ഓഫ് ദി എബോവ് ആണ്. 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നു. 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 24. വകുപ്പുവൽക്കരണത്തിൻ്റെ 4 അടിസ്ഥാനങ്ങൾ 4 Ps എന്നറിയപ്പെടുന്നു. അവ ഏതൊക്കെയാണ്? 1, 3, 4 ആണ്. 1, 3, 4. ഉദ്ദേശ്യം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. ഉദ്ദേശ്യം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. സി ആണ് ആൻസർ. 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം 1 നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. 2025 ആണെങ്കിൽ
ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ് എന്നുള്ളതാണ്. മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകങ്ങൾ എന്നുള്ളത്. മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10. എഴുപത്തിമൂന്നാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അഥവാ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 4. നാഗാലാൻഡ്, മിസോറം, മേഘാലയ. നാഗാലാൻഡ്, മിസോറം, മേഘാലയ എന്നിവയാണ് 73-ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ. ബി ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് എന്നാണ്? നവംബർ 26, 1949. പിന്നെ ജനുവരി 26, 1950. 1949 നവംബർ 26-ന് അംഗീകരിക്കുകയും ജനുവരി 26-ന് 1950 ജനുവരി 26-ന് നടപ്പിലാക്കുകയും ചെയ്തു. സി ആണ് ആൻസർ. ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ 356. ബി ആണ് ആൻസർ. 356. 29-ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസലായിരുന്നു. 30-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊട്ടുകൂടായ്മ നിർത്തലാക്കലുമായിട്ട് ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ 17. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും അതുകളിൽ നിങ്ങളെത്താൻ. കുമാരനാശാൻ്റെ ഏത് കൃതിയിലെ വരികളാണ് ഇത്? ദുരവസ്ഥയിലെ വരികളാണ്. എ ആണ് ആൻസർ. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായിരിക്കുന്നത്? പടയണിയാണ്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകനാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആൻ്റണിയാണ്. സിനിമ ഏതാണ്? നിർമാല്യമാണ്. നിർമാല്യം. സി. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവലാണ് സമുദ്രശില. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. ബി. അടുത്തത്. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ല ഒരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ്? സ്വദേശാഭിമാനിയാണ്. സ്വദേശാഭിമാനി. ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം 1920 ആണ്. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോൾ. ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി ഏതാണ്? കബഡിയാണ്. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ നൺ ഓഫ് ദി എബോവ് ആണ്. ഇതെല്ലാം സ്പ്രെഡ്ഷീറ്റാണ്. ലിബ്രെ ഓഫീസ് കാൽക്ക്, മൈക്രോസോഫ്റ്റ് എക്സൽ, ആപ്പിൾ നമ്പേഴ്സ്, ഗൂഗിൾ ഷീറ്റ്സ് ഇതെല്ലാം സ്പ്രെഡ്ഷീറ്റാണ്. ലിബ്രെ ഓഫീസ് കാൽക്ക്, മൈക്രോസോഫ്റ്റ് എക്സൽ, ആപ്പിൾ നമ്പേഴ്സ്, ഗൂഗിൾ ഷീറ്റ്സ് ഒക്കെ സ്പ്രെഡ്ഷീറ്റാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. സ്പ്രെഡ്ഷീറ്റിൻ്റെ വിവിധ ഭേദങ്ങളാണ്. ഇതിൽ അപ്പം അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് എല്ലാം തന്നെ സ്പ്രെഡ്ഷീറ്റാണ്. ഇനി ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്താണ്? ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. എ ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം. ഇത്രയുമാണ് ഒരു വീഡിയോ കോൺഫറൻസിനുള്ള പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഓൺലൈൻ ഹറാസ്മെൻറ്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? അത് സൈബർ ബുള്ളിയിങ് ആണ്. സൈബർ ബുള്ളിയിങ്. സി ആണ്. ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ഇതിൽ വരുന്നത് 1ഉം 2ഉം ആണ് ശരി. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ട്. എ ആണ് ആൻസർ. 1ഉം 2ഉം. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുത്തത്. 1, 3, 5 ആണ് ശരിയായിട്ടുള്ളത്. 1, 3, 5. എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ഇത് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായി
ഉൾപ്പെടുത്തിയതാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=g(m1m2/r²) എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടൺ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ന്യൂട്ടന്റെ ഇത് G and R എന്നിവ ഡാഷ് ആകുന്നു. ആൻസർ വരുന്നത് ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം ആൻഡ് പിണ്ഡ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം. ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ്. അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആഗോള താപന സാധ്യത സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഇതിലെ ആൻസർ 1, 4, 5 എന്നിവയാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹവാതകം കൊടുക്കുന്ന താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു. GWP പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. ഒന്നിലധികം ഹരിതഗൃഹവാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിങ്ങുകൾ തിരിച്ചറിയുക. ഗ്രൂപ്പിങ്ങുകൾ എ ആണ് ആൻസർ. ആക്റ്റീവ് അഡ്സോർപ്ഷൻ, അപ്റ്റാമേഴ്സ്, എംഎക്സീൻസ്, ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. ഇത് ഉൾപ്പെടാത്തത് ലിവർമോറിയം. ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? മോസ്കോവിയം, ഒഗനസൻ, ടെന്നസിൻ. അടുത്ത മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസർ പറഞ്ഞു പോകാം. 51ൻ്റെ ആൻസർ സി ആണ്. 52 ബി, 53 ബി ആണ്. 54 ഡി, 54 എ, 55 ഡി, 56 സി, 56 എ, 57 ബി, 58 ക്യാൻസലായിരുന്നു. 59 ഡി, 60 ഡി, 61 ബി ആണ്. 62 എ, 63 ഡി, 64 ഡി ആണ്. 65 സി, 66 ബി, 67 എ, 67 സി ആണ്. 67 സി, 68 ക്യാൻസലായിരുന്നു. 69 ബി, 70 സി ആണ്. ഡാഷ് സപ്പോസ്ഡ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെൻറ്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഇതിൽ വരുന്നത് ആറിൻ്റെയും ആമയും വരും. ഓപ്ഷൻ സി ആണ് വരുന്നത്. 2, 3. The students are advised to refrain
ഫ്രം ആണ്. ഫ്രം റീഫ്രെയിൻ ഫ്രം ബാഡ് കമ്പനി, ഡി ആണ് വരുന്നത്. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി സ്ട്രൈക്ക്. അപ്പോൾ വരുന്ന എന്താണ്? പാർട്ടിസിപ്പേറ്റഡ് എന്ന് വരുമ്പം ഡിഡിൻ ദേ ആണ് വരുന്നത്. എ ഫ്യൂ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം പോസിറ്റീവ് ആണ് വരേണ്ടത്. ഡിഡിൻ അല്ല, നെഗറ്റീവ് ആണ് വരേണ്ടത്. ടാഗ് നെഗറ്റീവ് ആണ് വരേണ്ടത്. ഡിഡിൻ ദേ ആണ്. അടുത്ത വേർ ഈസ് ദി ബസ് സ്റ്റാൻഡ് സെഡ് ദി യങ് മാൻ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. The young man wanted to know where the bus stand was. അതാണ് വന്നത്. The singer performed dash. The singer performed melodiously at the concert for 2 hours. 76. I expected my strong desire to learn both kayaking and canoeing to know the differences. അപ്പം വരുന്ന ഏതാണ്? ബോത്ത് ആൻഡ് ആണ് വരുന്നത്. ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ. There are no less than 50 packets of noodles in the cartoon. ബി ആണ് വരേണ്ടത്. There are no fewer than 50 packets of noodles in the carton. 78. Next year I dash guitar for 20 years. I will have been playing ആണ് വരേണ്ടത്. ബി ആണ്. Are we not going to finish the lesson today? Change into passive voice. Is the lesson going to be finished by us today? എ ആണ് വരേണ്ടത്. അടുത്ത 80ാമത്തെ ക്വസ്റ്റ്യൻ. ഹിസ് ടീച്ചർ tried at correct him by giving valuable advices. കറക്റ്റ് ദി സെൻറ്റൻസസ് ആണ്. അത് സി ആണ് വരേണ്ടത്. ഹിസ് ടീച്ചർ tried to correct him by giving valuable advices. ഇനി 81ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്റ്റർഡേ Tim parked in a restricted area and the police dash his truck. Choose the word that best completes the sentence. Impounded ആണ്. എ ആണ് വരേണ്ടത്. I was dash when they rang up and informed that I had won a lottery. Choose the correct idiom. On cloud 9 ആണ് വരേണ്ടത്. It was her first appearance in public as a performer in Bollywood movies. Debut ആണ്. DEBUT. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു. അടുത്ത 85ാമത്തെ. The weather is suitable for sowing seeds. Choose a similar word for the underlined word. Congenial ആണ്. ബി ആണ് വരേണ്ടത്. Congenial. Choose the word that is spelled incorrectly. Entrepreneur ആണ്. ബി ആണ് ആൻസർ. അടുത്തത് responses ill was plained. മീൻസ് എന്താണ്? ആൻസർ പ്ലീസ് എന്നാണ് അതിൻ്റെ മീനിങ്. ആൻസർ പ്ലീസ്. The thieves dashed the apartment while the family was on a vacation. Broke into ആണ്. The thieves broke into the apartment while the family was on a vacation. അടുത്തത് antennas dash able cockroaches to sense their surroundings. enables ആണ്. ENABLE enable. പ്രിഫിക്സും സഫിക്സും ആണ്. പ്രിഫിക്സ് enable എന്നാണ് വരേണ്ടത്. അടുത്തത് the phenomenon of glowing sea water signifies changes in the marine environment. Identify the plural of the underlined word from the choices given. Phenomenonന്റെ പ്ലൂറൽ എന്താണ്?
ഐഡൻറ്റിഫൈ ദി പ്ലൂറൽ ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ് ഓഫ് ദി വേർഡ് ദി ചോയ്സസ് ഗീവൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിനോമിനൻ്റെ പ്ലൂറൽ എന്താണ്? ഫിനോമിന ബി ആണ് വരേണ്ടത്. മലയാളമാണ്. താഴെ കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏതാണ്? മാനക ഭാഷയാണ് ബി. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? പ്രേക്ഷക, സി ആണ് ആൻസർ. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ താഴ് അധികം കോലാണ്, ബി. അടുത്ത താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ രൂപം ഏതാണ്? വിദ്യാർത്ഥി, ഡി ആണ് ആൻസർ, വിദ്യാർത്ഥി. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായ വാക്യം ഏതാണ്? ഇതിനകത്ത് ഡി ആണ് വരുന്നത്. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. അടുത്ത 96. താഴെ കൊടുത്തിരിക്കുന്നത് ബഹുവചന രൂപം അല്ലാത്തത് ഏത്? ഇതിനകത്ത് ബഹുവചന രൂപം അല്ലാത്തത് മാരാറാണ്. മാരാർ എന്ന് പറയുന്നത് പൂജക ബഹുവചനമാണ്. അടുത്തത് പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളാക്കി വേർതിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? പാർവതി ജായയായിട്ടുള്ളവൻ എന്നാണ്, സി ആണ് വരുന്നത്. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. സർപ്പന്യായം അന്യരുടെ അധ്വാനത്തിൽ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക എന്നതാണ്, സി ആണ് ആൻസർ. അധികം മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം എന്താണ്? പ്രമാണം. അധികം മാനമാണ് പ്രമാണം. അടുത്തത് 100. തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊൽ ഏതാണ്? കന്നിപ്പറിക്കലും കടലാട്ടവും ഒരുമിച്ച്, സി ആണ് ആൻസർ. ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻസ്. താങ്ക് യു.